സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്ന കാര്യം. വിവിധ ജില്ലകൾക്ക് യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂനമർദ്ദം അത് അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടിട്ടുള്ളതാണ് ഈ അതിതീവ്ര ന്യൂനമർദ്ദം. മാത്രമല്ല ചക്രവാത ചുഴിയുടെ കൂടി സ്വാധീനം കേരള തീരത്തുണ്ട് എന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. ഇതിന്റെ സ്വാധീന ഫലമായിട്ടായിരിക്കും അടുത്ത നാളുകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുകയും ചെയ്യുക. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത് ഇപ്രകാരമാണ്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും പശ്ചിമ ബംഗാൾ വടക്കൻ ഒഡീഷ തീരങ്ങൾക്ക് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ഒരു തീവ്ര ന്യൂനമർദ്ദം അത് അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് വടക്കു പടിഞ്ഞാറൻ ദിശയിൽ നീങ്ങി പശ്ചിമ ബംഗാൾ വടക്കൻ ഒഡീഷ തീരത്ത് ബാലസോർ കാനിങ് അതിനിടയിൽ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് IMDയുടെ മഴ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്ന കാര്യം. കിഴക്കൻ അറബിക്കടലിനും സമീപത്തായി കൊങ്കൺ തീരത്തിനും മുകളിലായി ഒരു ചക്രവാത ചുഴി കൂടി സ്ഥിതി ചെയ്യുകയും ചെയ്യുകയാണ്. ഇതിൻ്റെ സ്വാധീന ഫലമായിട്ടായിരിക്കും അടുത്ത നാളുകളിൽ മഴ കിട്ടുകയും ചെയ്യുക. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും അതിശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് മഴ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. മലയോര മേഖലകളിലടക്കം കനത്ത ജാഗ്രത വേണം. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മഴയുണ്ടാകും. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് KSDMയുടെ മഴ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്ന കാര്യം. മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് നിലവിൽ പുതിയ അപ്ഡേറ്റുകളൊന്നും ഇല്ലെങ്കിൽ പോലും മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് നൽകിയിരിക്കുന്ന പൊതുജാഗ്രതാ നിർദ്ദേശം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെങ്കിൽ പോലും സ്വാഭാവികമായും കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. ഇതിനടക്കം മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള മുൻകരുതലുകൾ മത്സ്യത്തൊഴിലാളികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് ജാഗ്രതാ നിർദ്ദേശത്തിലടക്കം പറയുകയും ചെയ്യുന്നത്. ഒരു നൗകാസ്റ്റ് മഴ മുന്നറിയിപ്പ് അല്പസമയം മുമ്പ് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 30 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ള പൊതുജാഗ്രതാ നിർദ്ദേശം കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് നഗരമേഖലകളിലും തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലും മഴയുണ്ടാകും. അടുത്ത നാളുകൾ ജനങ്ങൾ കരുതലോടുകൂടി വേണം മഴയെ സമീപിക്കേണ്ടത് എന്നുള്ളതാണ്. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും കഴിഞ്ഞ ആഴ്ച വടക്കൻ കേരളത്തിലെ വിവിധ ജില്ലകൾക്കാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരുന്നതെങ്കിൽ അതിപ്പോൾ തെക്കൻ കേരളത്തിലേക്കും മധ്യ കേരളത്തിലേക്കും കൂടി വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.